വെളിയനാട് എൻ ശ്രീധരൻ പിള്ള 1923 ആലപ്പുഴ ജില്ലയിലെ വാലാടി എന്ന പ്രദേശത്ത് കല്ലിങ്കൽ വീട്ടിൽ മംഗലത്ത് കേശവൻ നായരുടെയും ലക്ഷ്മി അമ്മയുടെയും 6 മക്കളിൽ 4-മനായി ജനനം. വെളിയനാട്, ആലപ്പുഴ എന്നിവിടങ്ങളിൽ സ്കൂൾ പഠനം. തന്റെ ഇന്റർമീഡിയറ്റ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം രാജ്യത്തിനു വേണ്ടി സൈനിക സേവനം അനുഷ്ഠിക്കുന്നതിനായി നിയോഗിക്കപ്പെടുന്നു. തുടർന്ന് 20 വർഷത്തോളം രാജ്യസേവനത്തിനായി തന്റെ ജീവിതം സമർപ്പിച്ചു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിലും അചഞ്ചല ഗുരുവായൂരപ്പ ഭക്തനായിരുന്ന അദ്ദേഹം ധാരാളം കീർത്തനങ്ങൾ രചിക്കുകയുണ്ടായി. 1947 കല്യാണി അമ്മയെ വിവാഹം കഴിക്കുകയും ജയപ്രകാശ്, സുഭദ്ര, രാധാകൃഷ്ണൻ എന്നിങ്ങനെ 3 മക്കൾ പിറക്കുകയും ചെയ്തു. 1968 കമാൻഡിംഗ് ഓഫീസറായി സൈനിക സേവനത്തിൽ നിന്നും വിരമിക്കുകയും ശേഷം തിരുവനന്തപുരം ഏജീസ് ഓഫീസിൽ ഓഡിറ്ററായി തന്റെ പുതിയ ജോലിയിൽ പ്രവേശിച്ച് കർമ്മനിരതനാവുകയും ചെയ്തു. ഏജീസ് ഓഫീസിൽ നിന്നും വിരമിച്ച ശേഷം തിരുവനന്തപുരത്ത് തന്നെയുള്ള പയ്യാൻകോ എന്ന കമ്പനിയുടെ മാനേജരായി കുറച്ചുകാലം പ്രവർത്തിക്കുകയും ചെയ്തു. ഇക്കാലയളവിൽ കീർത്തനങ്ങളും ഭക്തിഗാനങ്ങളും എഴുതുന്നതിനോടൊപ്പം കഥകളി പദങ്ങളും ഓട്ടൻ തുള്ളലുകളും അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്നും പിറന്നു. കഥകളി വിജ്ഞാനകോശത്തിൽ അദ്ദേഹത്തിന്റെ രചനകളെക്കുറിച്ച് പരാമർശിക്കുന്നത് കാണാം. 11ഓളം പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട്. ശ്രീ ഗുരുവായൂരപ്പ ചരിതം, ഓട്ടൻതുള്ളൽ; ശ്രീ വെങ്കടേശ ചരിതം; ഗംഗാദത്ത ചരിതം, കഥകളി 1ഉം 2ഉം ഭാഗങ്ങൾ; സാംബോദ്വാഹം, കേശവീയം, ക്ഷേത്രഗീതാവലി, ഭജന കീർത്തനങ്ങൾ, ശ്രീ അയ്യപ്പ ഗാനാമൃതം, കീർത്തനമഞ്ജരി, ഗാനതരംഗിണി. അച്ഛന്റെ പിൻഗാമിയെന്നോണം മകൾ സുഭദ്ര ധാരാളം കീർത്തനങ്ങളും ഭക്തിഗാനങ്ങളും രചിക്കുകയും ആകാശവാണിയിലൂടെയും ദൂരദർശനിലൂടെയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പാരമ്പര്യം ചെറുമകനും ധാരാളം ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള പ്രശസ്ത മലയാള സിനിമാ സംവിധായകനുമായ ശ്രീവല്ലഭനിലൂടെയും തുടരുന്നു. 2006 പുറത്തിറങ്ങി നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ ശ്യാമം എന്ന മലയാള ചലച്ചിത്രത്തിൽ ഗംഗാദത്ത ചരിതം കഥകളിയിലെ ചില പ്രസക്ത ഭാഗങ്ങൾ പുനരാവിഷ്കരിക്കുകയുണ്ടായി. സുഖം തേടി സ്വർലോക വധൂ ഞാനോ സ്വർഗീയ സുഖം തേടി വൈരമായി മടങ്ങുന്നു കർമ്മമുക്തയായിരുന്നു സ്വൈരമായി മടങ്ങുന്നു കർമ്മമുക്തയായിരുന്നു. അപ്പുപ്പനോടുള്ള അടങ്ങാത്ത ആദരവും സ്നേഹവും കൊണ്ടുകൂടിയാണ് ശ്രീവല്ലഭൻ തന്റെ സിനിമയിലൂടെ കഥകളിപ്പദങ്ങൾ പുനരാവിഷ്കരിച്ചത്. അദ്ദേഹം രചിച്ച പല ഭക്തിഗാനങ്ങളും മഹാരഥന്മാരായ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, എം ജി രാധാകൃഷ്ണൻ, ബി ശശികുമാർ, കെ പി ഉദയഭാനു, പത്മശ്രീ ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചർ തുടങ്ങിയവരുടെ സംഗീതത്തിൽ ആകാശവാണി, ദൂരദർശൻ തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ നാം ശ്രവിക്കുകയുണ്ടായി. ശിഷ്ടകാലം അദ്ദേഹം ചിലവഴിച്ചത് വെളിയനാടുള്ള ലക്ഷ്മി സദനം എന്ന വീട്ടിലാണ്.
1996 മാർച്ച് 18 അദ്ദേഹം ഓർമ്മയായി. വെളിയിലാണ് ശ്രീധരൻ പിള്ളയെ കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിന്റെ രചനകളെ പുറം ലോകത്ത് എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച അനേകം വ്യക്തിത്വങ്ങളുണ്ട്. അവരെ കൂടി നാം ഓർക്കേണ്ടതുണ്ട്. കാവാലം സജീവ്, അരുന്ധതി, ഉണ്ണിമേനോൻ, ഈര ശശി, അങ്ങനെ നീളുന്നു പട്ടിക. കാവാലം സജീവ് സംഗീതജ്ഞൻ, കാവാലം സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന സ്ഥാപനത്തിന്റെ ഉടമ, ഒപ്പം വെളിയനാട് എൻ ശ്രീധരൻ പിള്ളയുടെ ചെറുമകളായ മായയുടെ ഭർത്താവ് കൂടിയാണ്. പല വേദികളിലും ഇദ്ദേഹത്തിന്റെ രചനകൾക്ക് സംഗീതം നൽകുകയും ആലപിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ് കാവാലം സജീവ്. ഇദ്ദേഹത്തിന്റെ മക്കളായ സായി മാളവിക, സായി മഹേശ്വർ എന്നിവരും സംഗീത ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളവരാണ്. അപ്പൂപ്പൻ രചിച്ച ഒരു ശ്ലോകം പ്രാർത്ഥനാ ഗാനമായി ഇന്നിവിടെ ആലപിക്കുന്നു. ചടങ്ങിലേക്ക് കടക്കാം. വിശിഷ്ട വ്യക്തികളെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായി ബഹുമാനപ്പെട്ട മുൻ മിസോറാം ഗവർണർ ശ്രീ കുമ്മനം രാജശേഖരൻ അവരെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എഴുത്തുകാരനും അഭിനേതാവും ചലച്ചിത്ര സംവിധായകനും നിലവിൽ കേരള സംസ്ഥാന സർക്കാർ സ്ഥാപനമായ സാംസ്കാരിക പ്രവർത്തന ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ശ്രീ മധുപാൽ സാറിനെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി പത്മശ്രീ ഡോക്ടർ കെ ഓമനക്കുട്ടി ടീച്ചറിനെ ഹൃദയപൂർവ്വം ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി നാടക സിനിമാ പ്രവർത്തകനായ ശ്രീ MR ഗോപകുമാർ സാറിനെ ഹൃദയപൂർവ്വം ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി മലയാള ചലച്ചിത്ര സംവിധായകൻ ശ്രീ ബാലു കിരീട് സാറിനെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലയാള ചലച്ചിത്ര സംവിധായകൻ ശ്രീ GS വിജയൻ സാറിനെയും ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എഴുത്തുകാരനും അഭിനേതാവും തിരക്കഥാകൃത്തുമായ ആഷിം സൈനുൽ അബ്ദീൻ അവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ 300-ലധികം പുസ്തകങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച സമസ്യ പബ്ലിക്കേഷൻസിന്റെ ചീഫ് എഡിറ്റർ ശ്രീമതി സുനിത KN സ്നേഹപൂർവ്വം ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എഴുത്തുകാരനും നിരൂപകനുമായ മഹാദേവൻ തമ്പി സാറിനെയും ഹൃദയപൂർവ്വം ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി വെളിയനാട് എൻ ശ്രീധരൻ പിള്ളയുടെ മകളും ഈ പുസ്തകം ഇന്നിവിടെ പ്രകാശിതമാവാൻ കാരണഭൂതയുമായ S സുഭദ്ര അവരെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സിനിമാ പ്രവർത്തകനും സിനിമാ നിർമ്മാതാവുമായ ശ്രീ G സുരേഷ് കുമാർ സാറിന് ചില സാഹചര്യങ്ങൾ നിമിത്തം ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. എങ്കിലും മനസ്സുകൊണ്ട് എല്ലാ ഭാവുകളും ഈ ചടങ്ങിൽ നേർന്ന അദ്ദേഹത്തിനെയും ഈ പവിത്രമായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കുമാണ്. ഈ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാൻ പങ്കുകൊള്ളാൻ സന്തോഷത്തോടെ എത്തിയ എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം. ആദ്യമായി പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്കായി എല്ലാവരും എഴുതി കൊടുക്കാം. ദേവി ഭാരതി ഭക്തലോക ഭജിതേ സർവാർത്ഥ സൗന്ദായിനി ദേവം ബ്രഹ്മനു പത്നിയായ മരും മീനാക്ഷി മായാമയീ ദേവേന്ദ്രാദി സമസ്ത ഭക്തർപ്പണിയും സർവേശ്വരീശ്വരീ ദേവി നിൻ കൃപ വേണമെങ്കിലമലേ ദീനാനുകമ്പാമയേ. അടുത്തതായി വിളക്ക് കൊളുത്തൽ ചടങ്ങാണ്. വിശിഷ്ടാതിഥികളായ എല്ലാവരെയും ക്ഷണിക്കുകയാണ്.
പ്രധാന ചടങ്ങായ പുസ്തക പ്രകാശനത്തിലേക്ക് കടക്കാം. ഇതിനായി ശ്രീ മധുപാൽ സാറിനെയും ശ്രീ കുമ്മനം രാജശേഖരൻ സാറിനെയും ക്ഷണിക്കുന്നു. ശ്രീ മധുപാൽ സാറിൽ നിന്നും ശ്രീ കുമ്മനം രാജശേഖരൻ സാറാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത്. ഇതിനായി രണ്ടുപേരെയും ക്ഷണിക്കുന്നു. ശ്രീകൃഷ്ണ പ്രതികാവ്യമാണ് പുസ്തകത്തിന്റെ പേര്. രണ്ടു വാക്ക് സംസാരിക്കുവാൻ ശ്രീ കുമ്മനം രാജശേഖരൻ സാറിനെ വിനീതമായി ക്ഷണിക്കുന്നു. സംഗീതമായിരിക്കുന്ന എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം. നാം ഇന്ന് ഒരു ധന്യാത്മാവിൻ്റെ ഈ നാടിന് നൽകിയ മഹത്തായ സംഭാവനകളെ കുറിച്ച് സ്മരിക്കുകയാണ്. ഭക്തി സാഹിത്യത്തെ വളരെ ബഹുമുഖങ്ങളായ സംഭാവനകൾ നൽകി ആ ഒരു സാഹിത്യശാഖയെ പരിപോഷിപ്പിക്കുകയും അങ്ങനെ അത് ഭക്തി പ്രസ്ഥാനത്തിന് ശക്തി പകരുകയും ചെയ്താണ് ശ്രീ വെളിയനാട് എം ശ്രീരംപിള്ള അവർ നമ്മുടെ നാടിന് ചെയ്ത ഉജ്ജ്വലങ്ങളായ സേവനം ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ശ്രീകൃഷ്ണ പർവ്വം എന്ന പുസ്തകം ഞാൻ കുറിച്ച് വായിക്കുകയുണ്ടായി. വളരെ ഭംഗിയായി കഥാകഥനം എങ്ങനെയായിരിക്കണം എന്ന് ഈ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭക്തി പാരവശ്യം അത് വളരെ ലളിതമായ വാക്കുകളിലൂടെ ഭംഗിയായി അദ്ദേഹം അത് നിർവഹിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണന്റെ ജന്മം മുതൽ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥ നമ്മൾ പല സാഹിത്യങ്ങളിലൂടെയും വായിച്ചറിഞ്ഞിട്ടുണ്ട്. മേൽപ്പത്തൂർ എഴുതിയ നാരായണീയം, അതുപോലെ ഭാഗവതത്തിൽ ദശമസ്കന്ധവും ഒക്കെ വായിക്കുമ്പോൾ ശ്രീകൃഷ്ണ കഥകൾ നമ്മുടെ ഹൃദയത്തിൽ അത് സ്പർശിക്കുകയാണ്. നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്ന സംഭവം ആണ് നമ്മുടെ മനസ്സിനെ മതിക്കുകയും ചിലപ്പോൾ വേദനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും അങ്ങനെ ഭാവപ്രകടനങ്ങൾ മാറി മാറി വരാൻ തക്ക വിധത്തിൽ കഥയുമായി ജയിച്ചു ചേരാൻ അത് വിവരിക്കുന്ന ബന്ധകർത്താവിന് കഴിയണം. അത് ഈ കഥകളെല്ലാം വായിക്കുമ്പോൾ നമുക്ക് അത് ബോധ്യപ്പെടാറുണ്ട്. ശ്രീ വെളിയനാട് എൻ ശ്രീരംപിള്ള അദ്ദേഹം അത് വളരെ ഭംഗിയായി പ്രശംസനീയമായ രീതിയിൽ അഭിനന്ദനീയമായി അത് നിർവഹിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് എഴുതിയ ഈ ഒരു കൃതിക്ക് അവതാരിക എഴുതിയിട്ടുള്ള ശ്രീ ഗോകുമാർ സാർ എൻ്റെ ആ ശൈലി അദ്ദേഹം അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശാദ്രൂല വിക്രീഡിതം എന്ന് പറയുന്ന ഒരു വൃത്തത്തിലാണ് ഇതിലെ കവിതകൾ, ഈ ശ്ലോകങ്ങളെല്ലാം. ശാദ്രൂല വിക്രീഡിതം എന്ന് പറയുന്ന വൃത്തം വളരെ ക്ലേശകരമാണ്. അതിലൊരു ശ്ലോകം എഴുതുക എന്ന് പറഞ്ഞാൽ അത് പക്ഷെ അയജ്ഞലളിതമാണ്, അക്ലിഷ്ടമധുരമാണ്. ശ്രീരംപിള്ള അവർകളത് നിർവഹിച്ചിരിക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹം പ്രാസം ഒരിടത്ത് പോലും തെറ്റാതെ മുട്ടാതെ അത് വളരെ നിഷ്കർഷയോടുകൂടി അതും അദ്ദേഹം വേണ്ട വിധത്തിൽ ഓരോ ശ്ലോകങ്ങളിലും ആ കൃത്യം നിർവഹിച്ചിട്ടുണ്ട്. ശാദ്രൂല വിക്രീഡിതം തന്നെ
12ാം മസജം സ്വതന്ത്ര ഗുരു ശാസ്ത്രങ്ങളിൽ കിട്ടിയതുമാണ്. കാരണം അതിലെ ഏറ്റവും ഗുരു ശരിപ്പെടുത്തി ചിട്ടപ്പെടുത്തിയ ശ്ലോകം എഴുതണമെങ്കിൽ നല്ല പ്രാവീണ്യമുള്ളവർക്ക് കഴിയും. പക്ഷെ അതിവിടെ വളരെ അങ്ങേയറ്റം ലളിതമായി നമുക്കൊക്കെ പരിചിതമായ ഭാഷയിലൂടെ വലിയ വലിയ പഠിച്ചാൽ പൊട്ടുകയില്ലാത്ത പദപ്രയോഗങ്ങളൊന്നും ഉപയോഗിക്കാതെ വലിയ വലിയ വൈദഗ്ധ്യവും നൈപുണ്യമോ ഒന്നുമില്ലാത്തതുകൊണ്ട് അത് ഭംഗിയായി മനസ്സിലാകുന്ന രീതിയിൽ ഓരോ ശ്ലോകവും എഴുതിയിരിക്കുകയാണ്. ശ്രീകൃഷ്ണന്റെ അവതാര കഥകൾ നാം പലതും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വളരെ ചുരുക്കി അത് ഭംഗിയായി അതിലെ ഒരു ഭാഗവും വിട്ടുപോകാതെ അദ്ദേഹം ഇതിൽ വിവരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അത് അവസാനിക്കുന്നത് തന്നെ അദ്ദേഹം ഒരു അപേക്ഷയോട് കൂടിയാണ്. അതും വാസ്തവത്തിൽ കഥാഭാഗവുമായി ബന്ധമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നും വന്ന വാക്കുകളാകണം. ലജ്ജാനിർഭരമായ ഭോഗരതിയും വിദ്യാഭിമാനാദിയും വർഷിപ്പാൻ അടിയന്റെ ശക്തി തരൂ നീ ഭക്തപ്രിയ മാധവം മുജ്ജന്മാർജിത പാപപാലമഖിലം തീർപ്പാൻ തുണച്ചിടുമേ ഈ ജന്മേ തപഭക്തി കൊണ്ട് ഭഗവൻ വാടാലയാതീശ്വര. അത് അദ്ദേഹം അവസാനമായി ഭഗവാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നിലെ എല്ലാ നെഗറ്റിവിറ്റീസും മാറുന്നു. അങ്ങനെ പൂർണ്ണമായ ഒരു സമർപ്പണമാണ്, നിഷ്കളങ്കമായി നിസ്വാർത്ഥമായി സത്യസന്ധമായി ഒരു ഭക്തിയുടെ ഒരാവിഷ്കാരം എന്നുള്ളത് ഈ കവിത എന്നും ജനങ്ങളുടെ ഹൃദയങ്ങളിലുണ്ടാകും. ഏതായിരുന്നാലും ഇത് പുനഃപ്രസിദ്ധീകരിക്കാൻ തയ്യാറായത് വളരെ സന്തോഷം. നമ്മുടെ നാട്ടിൽ ജനസമൂഹത്തെ കോർത്തിണക്കുന്നത് ഭക്തിയിലൂടെയാണ്. ഭക്തി പ്രസ്ഥാനമാണ് നമ്മുടെ സാമൂഹ്യ പരിവർത്തനത്തിന് പലപ്പോഴും കടമൊരുക്കിയിരിക്കുന്നത്. അത് എഴുത്തച്ഛൻ്റെ രാമായണത്തിലൂടെ, ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലൂടെ, അല്ലെങ്കിൽ കുഞ്ച തമ്പിയാരുടെ തുള്ളലിലൂടെ, പല കോട്ടയത്ത് തമ്പുരാൻ തുടങ്ങിയിട്ടുള്ളവരുടെ കഥകളിയിലൂടെ, അങ്ങനെ വീണ്ടും വീണ്ടും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ തുടികൊട്ടുന്ന ഈ ഭക്തി എന്ന വികാരം, അതാണ് മനുഷ്യരെ തമ്മിൽ യോജിപ്പിക്കുന്നത്. ദേശീയ ഉദ്ഗ്രഥനം പോലും ഉണ്ടാകുന്നത് ഭക്തിയിലൂടെയാണ്. കാരണം ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ, തീർത്ഥാടനം നടത്താൻ, ഒരു ഭാഷ, വേഷം, ആചാരം, വിശ്വാസം, സങ്കല്പം, ജാതി, മതം ഒക്കെ വ്യത്യസ്തമാണെങ്കിലും എല്ലാവരെയും തമ്മിൽ കോർത്തിണക്കുന്ന ഒരു ചാലക ശക്തിയായി അല്ലെങ്കിൽ രാസത്വരക ശക്തിയായി ഭക്തി എന്നുമുണ്ട്. ആ ഭക്തി അത് കാലാകാലങ്ങളായി ജനങ്ങളെ ഒരുമിപ്പിക്കുകയും നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് അത് ഇടം നൽകുകയും ചെയ്തിട്ടുണ്ട്. പല രീതിയിലും വിഭിന്നമായി, വ്യത്യസ്തമായി, വിരുദ്ധമായി പോലും നിൽക്കുമ്പോൾ ഭക്തി എന്ന ചരടിൽ എല്ലാവരെയും കോർത്തിണക്കാൻ സാധിക്കും. അത് ഈ സാഹിത്യങ്ങൾ നൽകിയിരിക്കുന്ന സംഭാവനകളുടെ ഇതാണ്. ആ സാഹിത്യങ്ങളാണ് വാസ്തവത്തിൽ ജനമനസ്സുകളിൽ തുടികൊട്ടുന്നത്. അത് അനശ്വരമാണ്. ഒരിക്കലും അത് മരണമില്ല. എന്നും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അത് ഉണ്ടാകുന്നു. അതാണ് ഒരു സമൂഹത്തെ നിലനിർത്തുന്നത്. നമുക്കറിയാം, ഇന്നും രാമായണം ഏറ്റവും അധികം കൂടുതൽ കോപ്പി ചെലവഴിക്കുകയാണ്. ഓരോ കർക്കമാസമാകുമ്പോഴേക്കും 10,000-കണക്കിന് കോപ്പികളാണ് ചെലവായിക്കൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? മറ്റ് പല സാഹിത്യ രംഗത്തുള്ള പുസ്തകങ്ങൾ 1, 2, 4, 5 അല്ലെങ്കിൽ 10, 15 എഡിഷനാണ്. പക്ഷെ രാമായണത്തിൽ എത്രയോ എഡിഷനുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. സീതാസ്വയംവരം കഥകളിയാണ്. ഞാൻ അടുത്ത കാലത്ത് കോട്ടയത്ത് തിരുനക്കര ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ സീതാസ്വയംവരം കഥകളി ആ നടൻ തന്നെ പറഞ്ഞു, ഈ സ്റ്റേജിൽ ഇത് അവതരിപ്പിക്കുന്നത് 400ാമത്തെ പ്രാവശ്യമാണ്, എന്നാലും അത് കാണാൻ ആളുകൾ വരികയാണ്. കാരണം ജനമനസ്സുകളിൽ ആ ഭക്തിയുടെ പാരവശ്യം ഇതിഹാസങ്ങൾക്കും പുരാണങ്ങൾക്കും ഒക്കെയുള്ള സ്വാധീനം വളരെ ഉചിതമാണ്. കാരണം അത് ഈ മണ്ണിൻ്റെ മണമാണ്, അതിൻ്റെ സ്വരവും അതിൻ്റെ സംഗീതവും. അതുകൊണ്ടാണ് അത് എന്നും നിലനിൽക്കുന്നത്. അത് സനാതനമായി നിലനിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. ഇതെല്ലാം എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്. സനാതനം എന്ന് പറയുമ്പോൾ ഇതൊന്നും ആരും ഉണ്ടാക്കിയത്, ഇത് ഉള്ളതാണ്. ഉള്ളതിന് എന്നും നിലനിൽക്കുന്നതാണ്. ഉള്ളതെന്നും സത്യമാണ്. അതുകൊണ്ടാണ് ഭക്തി സാഹിത്യങ്ങൾ ജനഹൃദയങ്ങളിൽ തെളിവുണ്ട്. എന്നും അത് നിലനിൽക്കുകയാണ്. തീർച്ചയായും എല്ലാവരെയും യോജിപ്പിക്കാൻ കഴിയുന്ന ഈ ഭക്തി സാഹിത്യം എന്ന നിലയ്ക്ക് ശ്രീകൃഷ്ണ പർവ്വം ഇത് എല്ലാ വീടുകളിലും വായിക്കാനും
മുജാമറുകളിൽ അത് സ്ഥാനം പിടിക്കാൻ അത് സാധിക്കട്ടെ. രാമായണം കർക്കിടമാസത്തിൽ വായിക്കുന്നതുപോലെ ഈ ശ്രീകൃഷ്ണപർവവും നാരായണീയവും ഒക്കെ വായിച്ച് ജനമനസ്സുകളെ അവർക്ക് ശാന്തിയും സമാധാനവും ലഭിക്കാൻ ഇത് ഉപനൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചൊല്ലിക്കണം. നന്ദി. നന്ദി സർ. ഈ പുസ്തകം ഇവിടെ ലഭ്യമാണ്. പുസ്തകം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ അവസരം ഫലപ്രദമായി വിനിയോഗിക്കുക. അടുത്തത് 2 വാക്ക് സംസാരിക്കുവാൻ ശ്രീ മധുബാൽ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശ്രീ വെളിയനാടൻ ശേഖരപ്പിള്ളയുടെ ശ്രീകൃഷ്ണപർവം എന്ന ഭക്തി സാഹിത്യകൃതി ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കേരളത്തില് ഭക്തി പ്രസ്ഥാനം വളരെ സജീവമായിട്ട് തുടങ്ങിയ ഒരു 8ാം നൂറ്റാണ്ട് മുതലുള്ള പാരമ്പര്യം ഭക്തി സാഹിത്യത്തിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെതായ ശ്രീ കുമരൻ സാർ പറഞ്ഞതുപോലെ വലിയ തോതിൽ മനുഷ്യനെ അടുപ്പിച്ച് നിർത്തിയിട്ടുള്ളത് മുഴുവൻ ഭക്തിയിലൂടെ തന്നെയാണ്. പരസ്പരം വിശ്വാസവും സ്നേഹവും ഒക്കെ നിലനിന്നു പോകുന്നത് ഭക്തി എന്ന അടുപ്പവും കാരുണ്യവും സ്നേഹവും ഒക്കെ ദൈവികമായിട്ട് നിലനിൽക്കുന്നു എന്ന തോന്നലിൽ നിന്നാണ്. നമുക്ക് ആലോചിക്കുമ്പോൾ 12ാം നൂറ്റാണ്ട് മുതൽ സജീവമായിട്ട് ഇന്ത്യയിലെ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലുമൊക്കെ ഈ ഭക്തി പ്രസ്ഥാനം സജീവമായിട്ട് നിലനിൽക്കുന്നത് കബീറിൻ്റെയും തുളസീദാസിൻ്റെയും ഒക്കെ രാമചരിത മാനസവും ശ്രീരാമ ദർശനങ്ങളും ഒക്കെ ഇതേ സമയത്ത് തന്നെ മീരാഭായിയുടെ കൃഷ്ണഭക്തി ഗാനങ്ങളുമൊക്കെ സാഹിത്യത്തെ സജീവമായിട്ട് പുലർത്തി വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടൊരു കാലം ഉണ്ടായിട്ടുള്ളതാണ്. ഇത് തന്നെയാണ് കേരളത്തിലേക്ക് വരുമ്പോൾ മലയാളത്തിൻ്റെ ഭാഷയിലേക്ക് നേരത്തെ പൂന്താനത്തിൻ്റെയും ചെറുശ്ശേരിയുടെയും വില്ലുമംഗലം സ്വാമിയാർ സംസ്കൃതത്തിൽ തുടങ്ങിയിട്ട് അത് മലയാളത്തിലേക്ക് പിന്നീട് വന്ന തുഞ്ചത്തെഴുത്തച്ഛനിലേക്കും ഒക്കെ എങ്ങനെയാണ് സാഹിത്യം മലയാളത്തിൻ്റെതായി മാറിയത് എന്നുള്ളതിൻ്റെ തുടർച്ച ഈ ഭക്തി സാഹിത്യത്തിന്റെ ഭാഗമായിട്ട് ശ്രീ വെളിയനാട് ശ്രീധരൻപിള്ള അദ്ദേഹത്തിന്റെ ഈ ശ്രീകൃഷ്ണപർവം എന്ന കൃതിയിൽ വലിയ തോതിൽ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പ്രകടിപ്പിക്കുന്നു. കാരണം മനുഷ്യനിൽ അദമ്യമായി നിലനിൽക്കുന്ന ഏറ്റവും വലിയ തോതിൽ വലിയ കാഴ്ചപ്പാടുകളോട് നിലനിൽക്കുന്ന സ്നേഹത്തിന്റെ അല്ലെങ്കിൽ കരുണയുടെ ഒരു ആവർത്തനം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കൃതി വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. സംഗീതവും സാഹിത്യം നിൽക്കുന്നത് പോലെ സാഹിത്യത്തിനകത്തും ചിത്രകലയിലും സംഗീതത്തിലും മറ്റ് നൃത്തത്തിലുമൊക്കെ എത്രത്തോളം സജീവമായിട്ട് ഭക്തി നിലനിൽക്കുന്നത്. കാരണം ഭക്തിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിന്റെ എല്ലാം ബേസ് ആയിട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ആ അടിസ്ഥാനം തന്നെയാണ് ഈ സാഹിത്യകൃതിയിലും നിലനിൽക്കുന്നത്. അത് ഒരർത്ഥത്തിൽ മനുഷ്യനെ കൂട്ടിയോജിപ്പിക്കുന്ന, മനുഷ്യനെ ചേർത്ത് നിർത്തുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ തുടർച്ചയായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും ഒരു വലിയ കാര്യം എന്ന് വെച്ചാൽ ഇത്തരം ഒരു കൃതി 30 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മരണത്തിന് 30 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇങ്ങനെ കൃതി പ്രസിദ്ധീകരിക്കാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സുമനസ്സുകൾക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു വഴിയുണ്ട്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൃതി അത് ഒരു കാരണവശാലും നശിക്കപ്പെട്ടിട്ടില്ല എന്ന് അത് വെളിപ്പെടുത്തുന്നത് ഇത്തരം രീതിയിലുള്ള പ്രകാശനങ്ങളിലൂടെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ ജീവിതത്തിൽ എത്രത്തോളം ഈ സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ ചരിത്രങ്ങളും ശ്രീകൃഷ്ണന്റെ ജീവിതവും ശ്രീകൃഷ്ണന്റെ കാഴ്ചപ്പാടും അദ്ദേഹത്തിന്റെ ദർശനവും ഒക്കെ ഒരർത്ഥത്തിൽ മലയാളിയുടെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും സത്യത്തിന് വേണ്ടിയുള്ള നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് കാണേണ്ടതാണെന്ന് ബോധിപ്പിക്കുന്ന ഒരു അർത്ഥം കൂടി ഈ ശ്രീകൃഷ്ണ പർവ്വത്തിനകത്തുണ്ട് എന്നുള്ളത് അദ്ദേഹം എഴുതിയപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 18 സർഗങ്ങളിലൂടെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ജീവിതം എങ്ങനെയാണ് മനുഷ്യന് ഗുണകരമാകുന്നത്, മനുഷ്യന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് സാക്ഷ്യമാകുന്നത്, അത് സത്യമായി മാറുന്നത് എന്ന് ഈ കൃതി വായിക്കപ്പെട്ടപ്പോൾ അറിയും. തീർച്ചയായും ഈ കൃതി പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞില്ല ഞാൻ അഭിമാനിക്കുന്നു. ഇതിന് ഒപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല സന്തോഷം പ്രകടിപ്പിക്കുന്നു. ശ്രീ വല്ലഭനും അദ്ദേഹത്തിന്റെ കുടുംബവും ഈ രീതിയിൽ ഈ ഒരു പുസ്തകം ഒരു ആദരവ് പോലെ അദ്ദേഹത്തിന്റെ മുമ്പിന് ഉള്ള ഒരു ആദരവ് പോലെ ചെയ്തെടുത്തത് ഏറ്റവും വലിയൊരു സത്കർമ്മമായിട്ട് കാണുന്നു. ആശംസകൾ. അടുത്തതായി ശ്രീ കെ ഓമനക്കുട്ടി ടീച്ചറെ 2 വാക്ക് സംസാരിക്കുന്നത് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും
ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ വെളിയനാട് ശ്രീധരൻപിള്ള എന്ന വ്യക്തിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും ഡോക്യുമെൻ്ററിയൊക്കെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് മുൻപ് പ്രസംഗിച്ച 2 വ്യക്തികളും ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എനിക്ക് പറയുവാനുള്ളത് ശ്രീധരൻപിള്ള എന്ന വ്യക്തിയെക്കുറിച്ചാണ്. അദ്ദേഹം വളരെ കാലം പ്രായമായപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുകയുണ്ടായി. അന്നൊക്കെ മിക്കവാറും ഞങ്ങൾ തമ്മിൽ കാണുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ട്. ഒരു പുരുഷന് എന്തെല്ലാം സദ്ഗുണങ്ങൾ ആവശ്യമാണോ അതെല്ലാം തികഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതിന് യാതൊരു സംശയവുമില്ല. ഇത്രമാത്രം ശാന്തനായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളും ട്യൂൺ ചെയ്യുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പറയാം. ചില പാട്ടുകാർ, ചില എഴുത്തുകാർ അവരുടെ രചനകൾ നമ്മളുടെ കയ്യിൽ കിട്ടിയാൽ വേഗം അത് പാടുവാൻ സാധിക്കും, വേറെ പ്രിപ്പറേഷൻ ഒന്നും കൂടാതെ തന്നെ. അതിനുദാഹരണമാണ് ONV സാർ, വയലാർ, ഗിരീഷ് പുത്തഞ്ചേരി തുടങ്ങിയവർ. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ കൃതികൾ ഒന്ന് ട്യൂൺ ചെയ്യണം എന്ന് വിചാരിച്ചാൽ അത് നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു വ്യക്തിത്വം എന്ന് പറയുവാനുള്ളത്. അതിൻ്റെ വൃത്തവും ആ അക്ഷരം ക്രമീകരിച്ചിരിക്കുന്നതെല്ലാം കറക്റ്റായിരിക്കും. പാട്ട് ട്യൂൺ ചെയ്യുന്ന ആളിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാറില്ല. മറ്റു ചിലരുടെ പാട്ടുകൾ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ വളരെയേറെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടി വരും. ഇതങ്ങനെയില്ല. അതെന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സംഗീതമുണ്ടായിരുന്നു, മനസ്സിൽ സംഗീതം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് ട്യൂൺ ചെയ്യുന്ന ഒരാൾക്ക് വളരെ കൃത്യമായിട്ടും പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ കൃതി ശ്രീകൃഷ്ണ പർവം വെള്ളപ്പൊക്കത്തിൽ പെട്ട് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്നു. അതിൽ വളരെയേറെ ദുഃഖിച്ചിരുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ മകൾ സുഭദ്ര തന്നെയാണ്. സുഭദ്രയുടെ ആ പ്രാർത്ഥന കൊണ്ടോ അച്ഛനോടുള്ള സ്നേഹം കൊണ്ടോ ഒക്കെ ആയിരിക്കാം ആ കൃതി എതിർച്ചയ തിരിച്ചു കിട്ടുകയാണ് ചെയ്തത്. 40 വർഷത്തിന് മുമ്പ് രചിച്ച ഒരു കൃതിയാണ് ശ്രീകൃഷ്ണ പർവം. അത് തിരിച്ചു കിട്ടിയപ്പോൾ ഈ വയ്യാത്ത അവസ്ഥയിലും അത് പ്രസിദ്ധീകരിക്കണമെന്ന് തോന്നിയല്ലോ. ആ മകളുടെ ഒറ്റ മകളുടെ ശ്രമഫലമാണ് ഈ ശ്രീകൃഷ്ണ പർവം ഇന്ന് റിലീസ് ചെയ്യപ്പെട്ടത്. അത് അച്ഛനോടുള്ള ആ സ്നേഹം അത് ഒരിക്കലും മറക്കുവാൻ പറ്റിയില്ല. അതുപോലെ ശ്രീവല്ലഭനും മക്കളും അതോടൊപ്പം നിന്നു ഇത് പ്രസിദ്ധീകരിക്കാൻ. അവരെയൊക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പിന്നെ എനിക്ക് പറയുവാനുള്ളത്, അദ്ദേഹം ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ഭഗവത് ചരിത്രങ്ങൾ ശ്ലോകങ്ങളിൽ രചിച്ചിരിക്കുകയാണ് ഈ പുസ്തകത്തിൽ. അതാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അതിൽ അദ്ദേഹം ഒരു സമർപ്പണ ശ്ലോകം എഴുതിയിട്ടുണ്ട്. ഭട്ടേരിക്ക് പ്രസാദമേകി ദുരിതം തീർത്തൊരു പറ്റപ്രിയ എന്നാണ്. ഇത് ഇപ്പോഴാണ് പുസ്തകം എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് അത് മുഴുവൻ വായിക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിനോടുള്ള ആദരവ് സൂചകമായി ഞാൻ ഈ സമർപ്പണ ശ്ലോകം മാത്രം ഇവിടെ ചൊല്ലുന്നതായിരിക്കും. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും എനിക്കും എന്നേക്കാൾ ഈ മകൾക്കും മകളുടെ മക്കൾക്കും അവരുടെ മകൾക്കും
ഒക്കെ കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ ശ്ലോകം ചൊല്ലുകയാണ്. ഈ കുട്ടികളെല്ലാം ഇപ്പം സുഭദ്രയുടെ മകള് മായയുടെ 2 കുട്ടികളുണ്ട്. അസാധ്യജ്ഞാനമുള്ള കുട്ടികളാണ്. അവർക്കെല്ലാം അവരെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെല്ലാം മുന്നോട്ട് വരും എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടി എനിക്കുണ്ട്. ഇനിയും ശ്ലോകത്തിലേക്ക്, സമർപ്പണ ശ്ലോകത്തിലേക്ക്. ഭട്ടേരിക്കു പ്രസാദമേകി ദുരിതം തീർത്തോരു ഭക്തപ്രിയ. ഭട്ടേരിക്കു പ്രസാദമേകി ദുരിതം തീർത്തോരു ഭക്തപ്രിയ. ഭക്തിക്കൂനമെഴാതെ തീർത്ത കൃതി ഞാൻ. ഭക്തിക്കൂനമെഴാതെ തീർത്ത കൃതി ഞാൻ. തൃപ്പാദ പങ്കേരുഹേ. തൃപ്പാദ പങ്കേരുഹേ. ഭക്ത്യാ ചേർത്തു വണങ്ങിയിടുന്നു മുരളി കൃഷ്ണ കൃപ ഇഷ്ടനായി. ഭക്തന്നേ വരിഷ്ഠമുക്തി ഭഗവൻ വാതാലയാധീശ്വര. 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 അദ്ദേഹത്തിന് മുക്തി നൽകട്ടെ. മുക്തി കിട്ടിക്കഴിഞ്ഞു എങ്കിലും ഒന്നുകൂടെ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന് ആത്മശാന്തി വരട്ടെ. ഇനിയും അദ്ദേഹം ജനിക്കട്ടെ. ഇതുപോലൊരു പുണ്യപുരുഷനായി ജനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നെ വിളിച്ച് 2 വാക്ക് പറയുവാൻ അനുവദിച്ച കുടുംബാംഗങ്ങളോട് ഞാൻ നന്ദി പറഞ്ഞു. നന്ദി, നമസ്കാരം. അടുത്തതായി പുസ്തക പരിചയത്തിനായി ആഷിഫ് സാഹിബ് സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ പുസ്തകം പരിചയപ്പെടുത്തണമെന്ന് എന്നോട് ആവശ്യപ്പെടുമ്പോൾ ഞാനിതിൻ്റെ വഴികളെക്കുറിച്ചാണ് ആദ്യം ചിന്തിച്ചതും മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷവും ഉള്ളിലൊരു പുളകവും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുസ്തകം രചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ജനിച്ച് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് പിൽക്കാലത്ത് ഇപ്പോൾ ഞാൻ ഈ പുസ്തകവുമായി ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി കാത്തു വച്ചതുപോലെ ഇപ്പം ഈ ഒരു അവസരം എന്നിലേക്ക് വന്ന് ചേർന്നതാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ ഉള്ളിലുണ്ട്. 40 വർഷം എനിക്ക് വേണ്ടി കാത്തിരുന്ന പുസ്തകം പോലെ. എൻ്റെ എഴുത്തുകളിലും വായനകളിലും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഉൾപ്പെടുത്താറുണ്ട്. എല്ലാ തരത്തിലുള്ള പൈതൃകത്തെയും അഭിമാനത്തോടെ നെഞ്ചിലേറ്റിക്കൊണ്ട് തന്നെ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വരുന്ന വാക്കുകളും എഴുത്തുകളുമാണ് പ്രധാനമായിട്ടും ഞാൻ ചെയ്തിട്ടുള്ളത്. ഗംഭീരമായിട്ടുള്ള ഒരു കവർ പേജാണ് ഈ പുസ്തകത്തിന് കൊടുത്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് അന്വേഷിച്ചു. വെർച്ചു എം രമേശ് എന്ന് പറയുന്നൊരു കുട്ടി ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കി കൊടുത്തതാണെന്ന് അറിഞ്ഞു. വളരെ സന്തോഷം. പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീകൃഷ്ണന്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ദിവ്യയാത്രയെ 18 സർഗങ്ങളായി അവതരിപ്പിക്കുന്ന ഉത്കൃഷ്ടമായ ഒരു ഭക്തികാവ്യമാണിത്. ഒരു കൃഷ്ണഭക്തന്റെ പരമപവിത്രമായ ഹൃദയത്തിൽ നിന്ന് ഒഴുകി വരുന്ന പ്രാർത്ഥന പോലുള്ള ഈ കാവ്യം ഭക്തിയുടെയും സ്നേഹത്തിന്റെയും സാക്ഷ്യമായി നിലനിർത്തുന്നു. ആദ്യ സർഗത്തിൽ തന്നെ ശ്രീകൃഷ്ണന്റെ ജനനം മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. തന്റെ ശത്രു ജനിച്ചു എന്നറിഞ്ഞ കംസന്റെ ഭീതിയും കൃഷ്ണനെ നശിപ്പിക്കാൻ അയച്ച ഭൂതനടക്കമുള്ള രാക്ഷസവർഗങ്ങളുടെ പതനവും അത് ശക്തിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. 2ാം സർഗത്തിൽ കണ്ണന്റെ ബാല്യകാലം അതീവ മനോഹരമായി വിരിയുന്നു. വെണ്ണക്കൊതിയും കുസൃതികളും ലാളിത്യവും ദിവ്യ സൗന്ദര്യവും ചേർന്ന ബാലകൃഷ്ണന്റെ രൂപം വായനക്കാരനെ ആനന്ദിപ്പിക്കുന്നു.
തുടർന്നുള്ള സർഗങ്ങളിൽ മധുരാപുരിയിലെ വളർച്ച, സന്ദീപനി മുനിയുടെ ശിഷ്യനായി വിദ്യ അഭ്യസിച്ചത്, കംസവധം തുടങ്ങിയ സംഭവങ്ങൾ ക്രമാനുഗതമായി മുന്നേറുന്നു. സുമധുരയെ പാണിഗ്രഹണം ചെയ്യുന്നതും പാണ്ഡവരോടൊപ്പം കുരുക്ഷേത്രത്തിൽ പങ്കെടുത്തതും മഹാഭാരതത്തിലെ പ്രധാന സംഭവങ്ങളും വിശദമായി ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നു. അവസാന സർഗങ്ങളിൽ യാദവംശത്തിന്റെ പതനവും സ്വർഗാരോഹണവും ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചിരിക്കുന്നു. കവിതയിലെ ചില വരികൾ ശ്രീകൃഷ്ണന്റെ ദിവ്യഭംഗി സജീവമായി വരച്ചിടുന്നു. പീണിച്ചാർത്തുകൾ കോർത്തണിഞ്ഞ ഗജവും നീലാഴി വർണ്ണാഭവും ചേരിൽ ചന്ദനഗോപി ചാർത്തി വിലസും വിസ്തീർണ നെറ്റിയും ഈ വഴികൾ വഴി ശ്രീകൃഷ്ണന്റെ സൗന്ദര്യവും ദിവ്യതയും ദൃശ്യമായി മനസ്സിൽ നിറയും. ഭക്തിയും കാവ്യ സൗന്ദര്യവും ചേർന്നൊരു ആത്മീയ അനുഭവമായി ഈ കൃതി വായനക്കാരൻ്റെ ഹൃദയത്തിൽ ദീർഘകാലം നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഒരു എഴുത്ത് ഉണ്ടാകുമ്പോൾ, ഒരു പുസ്തകം രചിക്കപ്പെടുമ്പോൾ ഒപ്പം ഒരു വായനക്കാരനിലൂടെ പിറക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരിലേക്കും ഈ പുസ്തകം എത്തട്ടെ, എല്ലാവരും വാങ്ങട്ടെ. നമ്മുടെ പൈതൃകവും അതിനുള്ള സന്തോഷത്തോടു കൂടി സ്വീകരിച്ചുകൊണ്ട് എല്ലാവരും വീട്ടിൽ സൂക്ഷിക്കാനും വായിക്കാനും ഒക്കെ ശ്രമിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി പ്രസാധക മൊഴിക്കായി സമസ്യ പബ്ലിക്കേഷൻസിന്റെ എഡിറ്റർ ശ്രീമതി സുനിത ടീച്ചറെ സ്വാഗതവുമായി സ്വാഗതം ചെയ്യും. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ടവരെ, മലപ്പുറത്ത് നിന്നാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. മലപ്പുറം തിരൂരിൽ നിന്ന്. തിരുവനന്തപുരത്ത് എനിക്ക് ഈ ഒരു പുസ്തകത്തിലേക്കുള്ള വഴി പറയുകയാണെങ്കിൽ, ഞാൻ ഇവിടെ ആഷിമിൻ്റെ പുസ്തകം ഒരു 3-4 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് തന്നെ പ്രകാശനം ചെയ്തു. ആ സമയത്താണ് വല്ലഭൻ സാറിനെ കാണുന്നതും. ആ ഒരു വഴിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പുസ്തകത്തിലേക്ക് ഞാൻ കടന്നു വന്നത്. ആഷിമാണ് ആദ്യം എന്നെ വിളിച്ചത്. ഇങ്ങനൊരു പുസ്തകമുണ്ട്, അയച്ചു തരാം. പ്രത്യേകിച്ച് ഒരു 40 വർഷം മുമ്പത്തെ ഭാഷയും ഇന്നത്തെ ഭാഷയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ആ ഒരു ശരിക്കും പറഞ്ഞാൽ ടൈപ്പ് ചെയ്തിട്ടാണ് എനിക്ക് അയച്ചത്. വല്ലഭൻ സാർ അയച്ചത് ടൈപ്പ് ചെയ്തിട്ടാണ്. എങ്കിലും അതിൽ ചില വാക്കുകളൊക്കെ കുറേ പേരോട് ചോദിച്ചുകൊണ്ടാണ് അത് എഡിറ്റ് ചെയ്ത് ചേർത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ചെറിയൊരു തൃപ്തിക്കുറവുണ്ട്. എവിടെയെങ്കിലും അക്ഷരത്തെറ്റുകൾ ഉണ്ടാകുമോ, ഭാഷയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവസാന ഭാഗത്ത് പബ്ലിക്കേഷന്റെ ഭാഗമായിട്ട് ഞാൻ 2 അക്ഷരം കുറിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് വായിക്കുക. അക്ഷരത്തെറ്റുകൾ ഉണ്ടാവാം, ഭാഷയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പിന്നെ എഴുതിയ കൃതികളും കൃത്യമായി ക്ലിയർ അല്ലായിരുന്നു, അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു അച്ഛന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ബഹുമതിയാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം മക്കളും പേരക്കുട്ടികളും നൽകുന്ന ഒരു ബലിതർപ്പണത്തിനും അതിനും ഏറ്റവും മുകളിൽ നൽകാവുന്ന, മോക്ഷത്തിന് നൽകാവുന്ന, സ്നേഹത്തിന് നൽകാവുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഈ ശ്രീകൃഷ്ണ പർവം എന്ന് പറയുന്ന ഈ പുസ്തകം എന്ന് ഉറപ്പിച്ചു പറയാം. ഇതിന്റെ 18 സർഗങ്ങളായിട്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും കുറച്ച് സംസ്കൃതം അറിയുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ലളിതമായ ശ്ലോകങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. പിന്നെ ഇങ്ങനെ ഒരു വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചതിനും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വേദിയിൽ എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം തന്നതിനും ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് ക്ഷണിച്ചതിനും ഇങ്ങനൊരു പുസ്തകം ഇറക്കാൻ സമസ്യയ്ക്ക് നൽകിയ ഇവിടെയുള്ള എല്ലാ ഉത്തരവാദിത്തപ്പെട്ടവരോടും ഞാൻ ആദ്യം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് 5-6 വർഷമായിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 6 വർഷമായിട്ടുള്ളൂ. ആഷിമിന്റെ ഒക്കെ പുസ്തകം ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊരു 3-4 4ാമത്തെ പുസ്തകത്തെയാണ് ആഷിമിന്റെ. ഇപ്പൊ ഏകദേശം 250-300ഓളം പുസ്തകങ്ങളുമായിട്ട് സമസ്യ മുന്നേറാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് തന്നെ 4 പ്രകാശനങ്ങൾ ഇപ്പൊ കഴിഞ്ഞു. എങ്കിലും ഈ ഒരു അവസരത്തിൽ ഇനി നാളെ ഞങ്ങളുടെ തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ വെച്ച് 14 പുസ്തകങ്ങളുടെ പ്രകാശനം ഒരുമിച്ച് നടക്കുകയാണ്. അപ്പൊ ആ സന്തോഷ വാർത്തയും കൂടി ഞാനിവിടെ പറയുന്നു. അപ്പൊ ഇതിലേക്ക് ക്ഷണിച്ച, അല്ലെങ്കിൽ പുസ്തകം നൽകിയ, ഈ പുസ്തകത്തെ ഇങ്ങനെ ആക്കാൻ നൽകിയ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. അടുത്തതായി ആശംസകൾ അർപ്പിക്കാനായി ശബ്ദം കൊണ്ടും ഒറ്റയും കൊണ്ട് നമുക്കേറെ പ്രിയപ്പെട്ട ശ്രീ M.R. അബകുമാർ സാറിനെ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ഗുരുജനങ്ങളെ, സ്നേഹമുള്ളവരെ, ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിൽ നിൽക്കാൻ. 30 വർഷം മുമ്പ് നമ്മെ വിട്ട് പിരിഞ്ഞുപോയ ഒരാളിൻ്റെ രചന പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നത് ധന്യമായ ഒരു ചടങ്ങാണ്.
സാധാരണഗതിയിൽ അത് വിസ്മൃതിയുടെ മറവിൽ പോവുകയാണ് പതിവ്. എനിക്ക് ശ്രീ വെളിയനാട് ശ്രീധരൻപിള്ള എന്ന് പറയുന്ന വ്യക്തിയെ അറിയില്ല. അദ്ദേഹം ബഹുമുഖ പ്രതിഭയായ ഒരു വ്യക്തിയാണെന്ന് ഇവിടുത്തെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി, പ്രൊഫൈൽ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. അദ്ദേഹം സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു, കവിയായിരുന്നു, പിന്നെ കേന്ദ്ര ഗവൺമെൻറ് സർവീസിൽ ഓഡിറ്ററായിരുന്നു. ആനുഷംഗികമായി പറയട്ടെ, ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് കേന്ദ്ര സർവീസിൽ ഓഡിറ്ററായിട്ടാണ്. അപ്പോൾ ആ ഒരു ആത്മബന്ധവും കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കവിതകൾ മോഹന ടീച്ചർ പറഞ്ഞു അദ്ദേഹം ഒരു ഉത്തമനായ പുരുഷന് എന്തൊക്കെ യോഗ്യതകളാണോ വേണ്ടത് അതെല്ലാം ഉണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു ശ്രീ വെളിയനാട് ശ്രീധരൻപിള്ള എന്ന് പറയുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, എങ്കിലും എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം നല്ല വ്യക്തിയായിരുന്നു എന്നുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ തലമുറയിൽപ്പെട്ട ഒരാളിനെ എനിക്ക് നല്ല പരിചയം. അദ്ദേഹത്തിൻ്റെ 3ാം തലമുറയിൽപ്പെട്ട ഒരു വ്യക്തിയെ എനിക്ക് പരിചയമുണ്ട്. ആ മനുഷ്യൻ നല്ല വ്യക്തിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പനും നല്ല മനുഷ്യനായിരിക്കണം. ഞാൻ ശ്രീവല്ലഭനാണ് ഉദ്ദേശിച്ചത്. ശ്രീവല്ലഭൻ ഞാൻ വെറുതെ പറഞ്ഞില്ല, ഇതൊരു പെട്ടെന്ന് പിന്നെ പറയാൻ വേണ്ടി പറയുന്നൊരു കാര്യമല്ല. ഞാൻ വളരെ കാലം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ആശയം തന്നെ. ഒരു നല്ല മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് ശ്രീവല്ലഭനെ കണ്ടുപിടിക്കണം. അദ്ദേഹത്തിന് 2 സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ശ്യാമം എന്ന് പറയുന്ന സിനിമയിലും ധരണി എന്ന് പറയുന്ന സിനിമയിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഒരിക്കലും ശ്രീവല്ലഭന്റെ അപ്പൂപ്പൻ ഒരു ചീത്ത മനുഷ്യനാവാൻ സാധ്യതയില്ല. അദ്ദേഹം നല്ല മനുഷ്യനായി തന്നെ. അപ്പോൾ അദ്ദേഹം ഈ നേരത്തെ കുമ്മനം സാറ് പറഞ്ഞതുപോലെ ഈ ശാർദൂല വിക്രീഡിതം എന്ന് പറയുന്ന വൃത്തം എളുപ്പമല്ല. അതിന്റെ ലക്ഷണം തന്നെ വലിയ കുഴപ്പം പിടിച്ചൊരു ലക്ഷണമാണ്. 12 മസജം സതം തം ഗുരുവും ശാർദൂല വിക്രീഡിതം എന്നാണ്. മറ്റ് സംസ്കൃത വൃത്തങ്ങളൊക്കെ കുറച്ചൊരു എളുപ്പമുള്ള വൃത്തങ്ങളാണ്. രം നരം ലം ഗുരുവും രഥോത്സവം നിർവഹിക്കുമ്പോൾ അതൊക്കെ തീരും. പക്ഷെ ഇതിങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. 12 മസജം സതം തം ഗുരുവും ശാർദൂല വിക്രീഡിതം അങ്ങനെയുള്ള വൃത്തങ്ങളിലൊക്കെ എഴുതുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് ആയാസപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ കവികളൊക്കെ വളരെ എളുപ്പത്തിൽ കവിതകളൊക്കെ എഴുതി പോകുന്നുണ്ട്. കുടിച്ച കള്ള് കള്ളം പറയില്ല എന്നൊക്കെയാണ് പറയുന്നത്. കുടിച്ച കള്ള് കള്ളമേ പറയും. എന്താ സംശയം? കുടിച്ച കള്ള് കള്ളമേ പറയും. കുടിച്ച കള്ള് കള്ളന്റെ അടുത്ത് കുടിച്ച ആളുടെ അടുത്ത് പറയും നീ ഒരു കുഴപ്പമില്ലാത്ത 4ാമത്തെ നിലയിൽ താഴെ ചാടെന്ന് പറയും. അയാൾ താഴെ ചാടും, അയാൾ കാലൊടി അല്ലെങ്കിൽ ചത്തുപോകും. അപ്പൊ കുടിച്ച കള്ള് കള്ളം പറയും. ഈ തെറ്റായ ആശയങ്ങൾ കവിതയിലൂടെ പ്രചരിപ്പിക്കരുത് എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഞാൻ കൂടുതൽ അതിലേക്ക് കിടക്കുന്നില്ല. ഈ ഒരു മഹനീയമായ ഒരു വേളയിൽ, ഒരു മുഹൂർത്തത്തിൽ ഈ ഇതിൽ ഭാഗമാക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇതിൻ്റെ ഈ ചടങ്ങിന് കാരണക്കാരനായ ശ്രീവല്ലഭൻ ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. ധന്യമായ ആത്മശാന്തി നേരുന്നു, ആത്മാവിനെ മുക്തി നേരുന്നു, മോക്ഷം നേരുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അർപ്പിക്കാനായി ശ്രീ ബാലു കിരീട്ടിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരും, ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. സാധാരണ മിക്കവാറും മാസത്തിൽ ഒരു 10-15 യോഗങ്ങളിലെങ്കിലും പങ്കെടുക്കാറുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ പ്രത്യേകമായ ആനന്ദം, സന്തോഷം എനിക്കുണ്ട്. 70കളുടെ അവസാനമാണ് ഞാൻ ശ്രീധരൻപിള്ള സാറിനെ പരിചയപ്പെടുന്നത്. എൻ്റെ പ്രിയ സുഹൃത്ത് അഡ്വക്കേറ്റ് ജയപ്രകാശിൻ്റെ പിതാവാണ് അദ്ദേഹം. ജയപ്രകാശ്, രാധാകൃഷ്ണൻ, സുഭദ്ര 3 മക്കളാണ് ശ്രീധരൻപിള്ള സാറിനുള്ളത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ഒരു ദിവസം അദ്ദേഹം എന്നോട് ചോദിച്ചു, പ്രൊഫസർ വിദ്വാൻ സി എ ഗോപാലുള്ള സാറിൻ്റെ മകളുടെ മകനാണല്ലേ? ഞാൻ പറഞ്ഞു അതെ. പണ്ട് കാറും ബസ്സും ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും സി എ ഗോപാലുള്ള സാറിൻ്റെ പാലസ് ട്യൂട്ടറായി ചിത്രരഞ്ജന മഹാരാജാവിനെയും പാലസിലുള്ള മറ്റുള്ളവരെയും സംസ്കൃതവും ഇംഗ്ലീഷും തമിഴും മലയാളവും 4 ഭാഷകളിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരുന്ന ആളാണ്
CI ഗോരവിള സാറ്. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു പാലസ് ട്യൂട്ടറായിട്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് വരിക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ബസ്സില്ല, കാറില്ല, അങ്ങനത്തെ ഒന്നുമില്ല. വള്ളത്തിലാണ് വരുന്നത്, കെട്ടുവള്ളത്തിൽ. അത് ആലുവയിലാണ് ആദ്യത്തെ കടവ്. ആ കടവിൽ നിന്ന് കയറി 2 ദിവസം കൊണ്ടാണ് 2-2.5 ദിവസം കൊണ്ടാണ് തിരുവനന്തപുരത്ത് എത്തുക. അപ്പോൾ 1 ദിവസമോ 1.25 ദിവസമോ കൊണ്ട് ആലപ്പുഴ എത്തും. ആലപ്പുഴ എത്തുമ്പോൾ ആലപ്പുഴ കാവാലത്ത് ഒരു കുടുംബമുണ്ട്. അവിടുത്തെ ഒരു അതായത് കേരളത്തിലെ ഏറ്റവും സമ്പന്നരായ 1-2 പേരിൽ ഒരാൾ, ഒരു കുടുംബമാണ് അത്. ചാലി പണിക്കർ എന്ന് പറയും. സർദാർ KM പണിക്കരുടെയും ഡോക്ടർ അച്യുത പണിക്കരുടെയൊക്കെ വീട്. കാവാല പിൽക്കാലത്ത് നാരായണ പണിക്കർ സാറിൻ്റെയൊക്കെ കുടുംബം. അപ്പൊ അവിടെ വന്ന് ഈ CA ഗോപാലൻ സാർ തങ്ങും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ശ്രീരംപിള്ള സാർ എന്നോട് പറഞ്ഞു. ഞങ്ങളുടെ ജാൻഡി ജയപ്രകാശിന്റെ സൗഹൃദം അങ്ങനെ നടന്നു. സൗഹൃദത്തിലായിരുന്ന കാലഘട്ടത്തിലാണ് ആദ്യമായി എനിക്ക് ഒരു സിനിമ കിട്ടുന്നത്. ആ സിനിമയുടെ പേര് തകില് കൊട്ടാപ്പുറം. നസീർ സാറും ഷീലാമയും സുകുമാരനും, സുവേട്ടൻ എന്ന് വിളിക്കുന്ന സുകുമാരനും ഒക്കെ അഭിനയിച്ച ചിത്രം. ആ ചിത്രത്തിന്റെ പകുതിയിൽ കൂടുതൽ ഭാഗം ഷൂട്ട് ചെയ്തത് വെളിയനാട്, കാവാലം, രാമങ്കരി, പള്ളാത്തുരുത്തി തുടങ്ങിയ കുട്ടനാടൻ പ്രദേശങ്ങളിൽ വെച്ചാണ്. അതില് നസീർ സാറിന്റെ കുടുംബ വീടായിട്ട് കാണിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഡോക്യുമെന്ററിയിൽ കാണിച്ച സദനം എന്ന് പറയുന്ന വീടാണ്. അതായത് ശ്രീരംപിള്ള സാറിന്റെ വീട്. അവിടെയാണ് ഞങ്ങൾ അത് ഷൂട്ട് ചെയ്തത്. ആ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അകത്ത് ഒരു ഷോട്ട് എടുക്കാൻ നിർവാഹമില്ല. കാരണം ചെറിയ ചെറിയ മുറികളാണ്. ആ അകത്തെ മുറികൾ മുഴുവൻ ഷൂട്ട് ചെയ്ത് മറ്റു വീടുകളിലാണ്. ഈ അതിന്റെ പുറവശവും മുൻവശവും അതിന്റെ പുറകിലുള്ള തോടും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ പോയി കണ്ടിരുന്നു 5-6 വർഷം മുമ്പ്. ആ പഴയ ഭംഗിയെല്ലാം പോയി. മറ്റത് പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായിരുന്നു. ആ വീട്ടിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. ആ വീട്ടിലാണ് സുകുമാരനും മാളാരവിന്ദനും ഞാനും നമ്മുടെ ക്യാമറാമാനും ഒക്കെ താമസിച്ചത്. 10-15 ദിവസം അതിന് ആ വീട്ടിലാണ് താമസിച്ചു കൊണ്ടായിരുന്നു അവൾ ഷൂട്ട് ചെയ്തത്. കാരണം അന്ന് 8 ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ച് 7.5 ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ച് ബഡ്ജറ്റ് ഇട്ടിരുന്ന ചിത്രം 6.25 ലക്ഷം രൂപയ്ക്കാണ് തീർന്നത്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഇതുപോലുള്ള വീടുകളിലൊക്കെ താമസിച്ചൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് അതിന് കോസ്റ്റ് കുറഞ്ഞത്. 6.25 ലക്ഷം രൂപയ്ക്ക് പടം തീരുക എന്ന് പറയുമ്പോൾ 2-2.25 ലക്ഷം രൂപ ആർട്ടിസ്റ്റ് മെഡിറ്റേഷനാണ്. നസീർ സാറിന്റെ 1 ലക്ഷം ഉൾപ്പെടെ. അങ്ങനെ ആ വീടുമായിട്ടും എൻ്റെ തൊഴിലുമായിട്ടും ഒരു വലിയ ബന്ധം ഉണ്ട്. ഇന്ന് ആ വീടിന്റെ ഒരു വിഷ്വൽ കണ്ടപ്പോൾ ഞാൻ പഴയ 1980-കളിലേക്ക് എൻ്റെ മനസ്സ് പോയി. ഈ പാരമ്പര്യ രീതിയിലാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. ഞാൻ ജയപ്രകാശിന്റെ വീട്ടിൽ ചെല്ലുമ്പോഴെല്ലാം അദ്ദേഹം പുസ്തകവുമായിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വായിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കും. മിക്കവാറും എല്ലാ കൃതികളും തന്നെ ഈശ്വര ചിന്തയുടെ ഭാഗമായിട്ട് ഉള്ളതാണ് അദ്ദേഹത്തിന് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ വസ്തുത വായിച്ചപ്പോൾ അത് തന്നെയാണ് മനസ്സിലായത്. ഇത് ഈ പുസ്തക പ്രസാദത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അതിനു മുമ്പ് 1920 ആലപ്പുഴ ജില്ലയിലെ വാലാടി എന്ന പ്രദേശത്ത് കല്ലിങ്കൽ വീട്ടിൽ മംഗലത്ത് കേശവനാരുടെയും ലക്ഷ്മി അമ്മയുടെയും 6 മക്കളിൽ 4-മനായി അദ്ദേഹം ജനിച്ചു. നമ്മുടെ ശ്രീരംപിള്ള സാർ. എൻ്റെ വിവാഹം ക്ഷണിക്കാനായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ സീനിയറായിട്ട് AGS ഓഫീസിൽ ഉണ്ടായിരുന്ന അക്കൗണ്ട്സ് ഓഫീസർ കണ്ടോ നാരായണ മകളെയാണ് ബാലു കല്യാണം കഴിക്കാൻ പോകുന്നത്. എൻ്റെ സീനിയറായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് വർഷങ്ങളോളം വർക്ക് ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് പട്ടാളത്തിലും ഉണ്ടായിരുന്നു. അന്ന് ലോകമഹായുദ്ധകാലത്ത് കമ്പൽസറി ആയിരുന്നു എല്ലാവരും മിലിറ്ററിയിലേക്ക് പോകുന്നത് പറഞ്ഞു. അങ്ങനെ എൻ്റെ കുടുംബവുമായിട്ട് വളരെ അടുത്ത എൻ്റെ സഹോദരിയെ പോലെയാണ് സുഭദ്ര. ഈ പുസ്തക പ്രകാശനത്തിൽ ഇതിനകത്ത് ഞാൻ 18 സർക്കം ഉള്ള ഈ പുസ്തകം മിക്കവാറും ഒക്കെ ഞാൻ വായിച്ചു.
ജഗത്മാതാവായ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ തിരു അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള അവതാര കഥ 18 സർഗങ്ങളായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പുസ്തക പ്രകാശനം കൊണ്ട് സാധാരണ ഇന്ന് വൈകുന്നേരം എനിക്ക് പ്രസ് ക്ലബിൽ ഒരു പുസ്തക പ്രകാശനമുണ്ട്. ഗീതാ ഗോവിന്ദം എന്ന് പറയുന്ന ഒരു പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യുന്നു. അത് പ്രകാശനം ചെയ്തത് ഞാനാണ്. അത് വൈകുന്നേരം പോകുന്നുണ്ട്. പക്ഷെ ഈ പുസ്തക പ്രകാശനത്തിന് പ്രത്യേകതയുണ്ട്. ഇത് ഒരു പുണ്യത്തിന്റെ അനുഗ്രഹത്തിന്റെ അംശം ഇതിനകത്തുണ്ട്. 30-40 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടിരുന്ന കവിതകൾ എല്ലാം കൂടി കണ്ടെടുത്ത് അത് പബ്ലിഷ് ചെയ്യുക. അതാ അദ്ദേഹം മരിച്ചിട്ട് ഞാൻ മരണത്തിൽ പങ്കെടുത്ത ആളാണ്. അദ്ദേഹം മരിച്ചിട്ട് 30 വർഷമായി. 30 വർഷത്തിന് ശേഷം മക്കൾ അല്ലെങ്കിൽ ഒരു മകൾ അച്ഛൻ എഴുതുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. എഴുതി പദശുദ്ധി വരുത്തി അത് കൃത്യമാക്കി എഴുതി വെച്ചിക്കുക എന്നുള്ളത് ഞാൻ എഴുത്തുകാരനാണ്, കവിതകൾ എഴുതുന്ന ആളാണ് എന്ന് പറഞ്ഞ് വലിയൊരു കവിയല്ല. പക്ഷെ ഒരുപാട് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ എഴുതുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ മാത്രമല്ല, ഇത് പാരമ്പര്യ രീതിയിൽ എഴുതുക എന്ന് പറയുന്നത് ഇന്നത്തെ സ്റ്റൈലല്ല. നിന്റെ അച്ഛൻ ആരടാ, എൻ്റെ അച്ഛൻ ഇന്നാരാണ്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പാട്ടുകൾ. ഒരു പാട്ടിലുള്ള വരിയാണ് ഞാൻ പറഞ്ഞത്. ഇത് പാരമ്പര്യ രീതിയിൽ ശുദ്ധ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ഒരുപാട് സംസ്കൃത പദങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ ഈ പുസ്തകം കണ്ടെടുത്ത് 30 വർഷങ്ങൾക്ക് ശേഷം, ചെറിയ കാലയളവല്ല, മരിച്ചുപോയ അച്ഛൻ എഴുതിയ ആ വരികൾ കണ്ടെടുത്ത് അത് പബ്ലിഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇന്ന് ആത്മാവ് എന്നൊന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാവ് ഇവിടെ ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അതിന് സുഭദ്രയ്ക്ക്, അദ്ദേഹത്തിന്റെ മകൾക്ക്, ഞാൻ മറ്റുള്ള രണ്ടുപേരും ഇവിടെ കണ്ടില്ല, അതുകൊണ്ട് അവരെ സൂചിപ്പിക്കുന്നില്ല, സുഭദ്രയ്ക്കും സുഭദ്രയുടെ കുടുംബാംഗങ്ങൾക്കും ഈ സൽക്കർമ്മം അല്ലെങ്കിൽ പുണ്യകർമ്മം ചെയ്തതിന് ടീച്ചർ പറഞ്ഞ പോലെ തന്നെ വലിയ അനുഗ്രഹം ഉണ്ടാകും. അത് തലമുറ കൈമാറി ആ അച്ഛൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകും എന്ന് മാത്രം ഒന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനായി GS വിജയൻ സാറിനെ ക്ഷണിക്കാം. നമസ്കാരം. വേദിക വിശ്വാസത്തിലുള്ള ബഹുമാന്യരെ, ഈ പുസ്തകത്തെക്കുറിച്ചും ഈ കുടുംബത്തെക്കുറിച്ചും ഈ പുസ്തകം തിരിച്ചു കിട്ടിയ സാഹചര്യത്തെക്കുറിച്ചും ഇവിടെ വ്യക്തമായി തന്നെ പലരും സംസാരിച്ചു. എനിക്ക് തോന്നുന്നൊരു പുസ്തകം വായിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇവർ 3 പേർ സംസാരിച്ചത് മനസ്സിലാക്കാൻ സാധിച്ചു. സത്യത്തിൽ ഒരു വലിയ പുണ്യകർമ്മം ചെയ്യാനുള്ള ഒരവസരമാണ് അദ്ദേഹത്തിൻ്റെ മകൾക്കും മകനും. നമ്മളെല്ലാം വളരെ ഇഷ്ടമുള്ള ഒരു ചെറുപ്പക്കാരനാണ് വല്ലഭൻ. അവർക്ക് ചെയ്യാൻ സാധിച്ച ഒരു വലിയ കർമ്മം, പുണ്യകർമ്മം, ഒരു കർത്തവ്യം അവർക്ക് നിർവഹിക്കാൻ സാധിച്ചു. ഈ പുസ്തകം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണ്. ഇത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു പുസ്തകം കിട്ടുകയും അത് ഇത്തരത്തിൽ വീണ്ടും പുസ്തകമാക്കി ഇറക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞത് വളരെ നല്ല ഒരു കാര്യം. ഈ പുസ്തകം എല്ലാവരും വാങ്ങിക്കണം. കാശ് കൊടുത്ത് എല്ലാവരും ഈ പുസ്തകം വാങ്ങിക്കണം, കാരണം ഒരു പുസ്തകം പുറത്തിറക്കാൻ കുറച്ച് സാമ്പത്തികം ആവശ്യമാണ്. നിസ്സാര തുകയേ ഉള്ളൂ ഈ പുസ്തകത്തിന്. 120 രൂപ ആർക്കും ഒന്നിലധികവും വാങ്ങിക്കാം. മേടിച്ച് ഈ കർമ്മത്തെ നമ്മൾ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, 40 വർഷം മുമ്പ് രചിക്കപ്പെട്ട ഒരു കൃതി അതിൻ്റെ കർത്താവ് മരിച്ച് 30 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പുനർജനിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു ഉദ്യമത്തെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അമ്മയ്ക്കും വല്ലഭനും മറ്റുള്ളവർക്കും എൻ്റെ അഭിനന്ദനം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി മറുമൊഴിക്കായി വെളിയനാട് N. ശ്രീധരൻ പിള്ളയുടെ മകളായ സുഭദ്രാമയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എനിക്ക് വയസ്സായില്ല, അതുകൊണ്ട് എല്ലാവരും പേര് കുട്ടിയെന്നില്ല, എല്ലാവർക്കും ചേർന്ന് എൻ്റെ അച്ഛൻ്റെ പേരിലാണ് ഞാൻ ആശംസിക്കുന്നത്. എല്ലാവർക്കും വന്നിട്ടുള്ള എല്ലാവർക്കും വേണ്ടി നന്ദി ആശംസിക്കുകയാണ്.
ഇതൊക്കെ അതെനിക്ക് അത്രയും അടുത്തതായി നന്ദി പ്രകാശനമാണ്. ഇതിനായി വെളിനാളെ ശ്രീധരനിലെ ചെറുമകനായ ശ്രീ വളമ്പു സാറിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. തീർച്ചയായിട്ടും ഇതൊരു ധന്യമായ മുഹൂർത്തമാണ്. എൻ്റെ അപ്പൂപ്പൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഞാനൊരു സിനിമാ സംവിധായകൻ ആയതിന് പിന്നിൽ എൻ്റെ അപ്പൂപ്പൻ്റെ അനുഗ്രഹം തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നു. കാര്യം കുട്ടിക്കാലത്ത് ഈ നാലെണ്ണ എനിക്ക് അങ്ങനെയാണ് പറയുന്നത്, നാലെണ്ണ കാലെണ്ണ എന്നൊക്കെ പറയും. അപ്പൂപ്പൻ അപ്പൂപ്പനെ കുറിച്ച് പറയുമ്പം എൻ്റെ ശബ്ദം തന്നെ ഇടറുകയാണ്. ഇത് തരും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൂപ്പനെ ഒരു പാട്ട് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ കാലെണ്ണയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു അതിന്റെ മൂല്യം എനിക്ക് ഇപ്പോഴും അറിയില്ല, തരും. അപ്പൊ ഇത് കാണാൻ പഠിക്കാൻ വേണ്ടി ഞാൻ പാടുപെടും. കാര്യം ആ പൈസ കിട്ടിയാൽ മുട്ടായി വാങ്ങിക്കാൻ. പക്ഷേ അന്ന് മുട്ടായി വാങ്ങിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ഇപ്പോഴാണ് ആ വരികളുടെയൊക്കെ ആ ഒരു ഫീൽ എന്താണെന്ന് മനസ്സിലാകുന്നത്. ശരിക്കും അപ്പൂപ്പൻ പോയതിന് ശേഷമാണെന്ന് തോന്നുന്നു എനിക്ക് അപ്പൂപ്പനെ മിസ് ചെയ്തു എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആദ്യത്തെ പടത്തില് നേരത്തെ കാണിച്ചു അപ്പൂപ്പന്റെ കഥകളിപ്പദങ്ങൾ ഉപയോഗിച്ചിരുന്നു. അപ്പൂപ്പന്റെ ആത്മാവ് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമുണ്ട്. ഇതെന്റെ കയ്യിൽ കിട്ടുമ്പോൾ അമ്മ ഇങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ അടുത്ത് പറയുമ്പോൾ എൻ്റെ കയ്യിൽ കിട്ടുന്ന കുറെ പേപ്പറുകൾ, അതായത് പല അക്ഷരങ്ങൾ അതിൽ കാണാനില്ല. അപ്പം ഇത് പ്രസിദ്ധീകരിക്കണം എന്ന് എല്ലാം പൊടിഞ്ഞു പോയി. അപ്പൊ ഇത് ഒന്നാമതിൻ്റെ സംസ്കൃതമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കൂടുതലും. അപ്പൊ ഇത് ഞാൻ ടീച്ചറുമായിട്ട് സംസാരിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടു. അதையும் ഞാൻ DTP എടുക്കാൻ പോയപ്പോഴത്തെ അവരും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ പലതും DTP എടുത്തതാണ്. ഈ ചടങ്ങിലേക്ക് വേണ്ടി ഞാൻ ആദ്യം കുമ്മന സാറിനെയാണ് കാണുന്നത്. കാര്യം എൻ്റെ ഗുരു തുല്യനാണ്. കാര്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു സാറിന്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഞാൻ ചെയ്യാറുള്ളൂ. അപ്പം ഞാൻ സാറിനെ പോയി കണ്ടു, സാറിനോട് സംസാരിച്ചപ്പോൾ സാർ പറഞ്ഞു തീർച്ചയായിട്ടും ഡേറ്റ് തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതിൽ മധുവാൽ സാറിനെ കിട്ടണമെന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സാറിനെ പോയി കണ്ടു. കാര്യം വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ സുരേഷ് മാമന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സുരേഷ് മാമൻ ഞാൻ ഉപയോഗിച്ച ജി സുരേഷ് കുമാർ, അദ്ദേഹത്തിന്റെ സഹോദരിയും സഹോദരി ഭർത്താവും പങ്കജിന്റെ ഓണറുള്ള ചേട്ടൻ സാറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സുരേഷ് മാമന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആണ് മധുവാൽ സാർ അവിടെ അസിസ്റ്റന്റ് ഡയറക്ടറാകാൻ വേണ്ടി അന്ന് വരുന്നത്. അന്ന് തൊട്ടുള്ള പരിചയമാണ് മധുവാൽ സാറായിട്ടുള്ള അന്നിട്ടുള്ള പരിചയമാണ്. അപ്പൊ ഞാൻ മധുവാൽ സാറിന്റെ അടുത്ത് ഇതുപോലെ പോയി കണ്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു. അപ്പം തീർച്ചയായിട്ടും എത്താം എന്ന് പറഞ്ഞു. അത് തന്നെ വലിയൊരു അനുഗ്രഹം. അപ്പം മധുവാൽ സാറിനോട് ഡേറ്റ് നോക്കിയിട്ടാണ് കുമ്മന സാറിന്റെ ഡേറ്റ് വാങ്ങിച്ചിട്ടാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത്. അപ്പം ഇന്ന് ഈ ചടങ്ങിലേക്ക് എത്തിയ മധുവാൽ സാറിന് എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ അതുപോലെ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു കുടുംബാംഗമാണ്. കാര്യം വളരെ കുട്ടിക്കാലം തൊട്ടേ ഞാൻ പോയി, അതായത് ടീച്ചറിനടുത്ത് തന്നെ ഞാൻ ആദ്യം സംഗീതം കുറച്ച് പഠിച്ചിട്ടുണ്ട്. പഠിക്കുന്നതെല്ലാം ടീച്ചറിന്റെ അടുത്ത് നിന്നാണ് പഠിക്കുന്നത്. അപ്പൊ ടീച്ചറിനെ എനിക്ക് അങ്ങനെ പോയി വിളിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ ചടങ്ങ് നടക്കുമ്പോൾ ടീച്ചർ തീർച്ചയായും ടീച്ചറിന്റെ പ്രസൻസ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാലും ടീച്ചർ ക്ഷണിച്ചു, ടീച്ചർ വരാമെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ എത്തിയ ടീച്ചറിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ആണ് ബാലുമോഹൻ. ബാലുമോഹൻ ഈ പറയുന്ന പോലെ ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗമാണ്. വളരെ കുട്ടിക്കാലം തൊട്ട് ഞാൻ കാണുന്നതാണ്. അപ്പം ബാലുമോഹനും എൻ്റെ നന്ദി അറിയിക്കുന്നു. സാറിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. സാറുമായിട്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ 2005 മുതലുള്ള ബന്ധമാണ്. എൻ്റെ ആദ്യ ചിത്രം തുടങ്ങുന്ന സമയത്ത് പല കാര്യങ്ങളും ഞാനും ലളിത ചേച്ചി തമ്മിൽ ലൊക്കേഷൻ കിടന്ന് ചില വഴക്കുകളൊക്കെ കൂടുമ്പോൾ സാറാണ് അതിനകത്ത് ഒരു മധ്യസ്ഥനായിട്ട് നിൽക്കുന്നത്. അപ്പം അന്നോട്ടുള്ള ബന്ധമാണ് സാറുമായിട്ടുള്ളത്. അപ്പം MR തോമസ് സാറിനും എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ വിജയൻ ചേട്ടൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ സുരേഷ് മാമന്റെ ഓഫീസിൽ അല്ലെങ്കിൽ സുരേഷ് മാമനായിട്ടൊക്കെ കാണാൻ പോകുന്ന അന്ന് തൊട്ടുള്ള ബന്ധമാണ്. ഈ പറഞ്ഞ പോലെ 10-30 വർഷത്തിന് മേലുള്ള ബന്ധമാണ് വിജയൻ ചേട്ടനൊക്കെ ആയിട്ടുള്ളത്. അപ്പം വിജയൻ ചേട്ടനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ സുനിത ടീച്ചർ, അത് എന്താ പറയുക, എങ്ങനെ പറയണമെന്ന് അറിയില്ല. കാര്യം അവരുടെ ഇതിനൊരു പബ്ലിക്കേഷൻസ് വേണം എന്നുള്ള കാര്യം എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. കാര്യം ചുമ്മാ കൊണ്ട് ഇറക്കി അത് വീട്ടിലിരിക്കാൻ പാടില്ല എന്നുണ്ട്. അപ്പം ഞാൻ ടീച്ചറിനെ സമീപിച്ചപ്പോൾ ടീച്ചർ അത് 100% നല്ല സപ്പോർട്ടോടുകൂടി അത് ചെയ്തു തന്നു. അതിന് ഒരുപാട് നന്ദി ഞാൻ ടീച്ചറിന് നന്ദി അറിയിക്കുന്നു.
പിന്നെ ആഷിമിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാര്യം ആഷിം എൻ്റെ കഴിഞ്ഞ പടത്തിൽ വർക്ക് ചെയ്തതാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്തത്. ഇപ്പൊ പുതിയ ചെയ്യാൻ പോകുന്ന പടത്തിലും ആഷിം കൂടെ ഉണ്ട്. അപ്പം ആഷിമിന്റെ എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ നന്ദി അറിയിക്കേണ്ടത് ഇവിടെ എത്തിയ നിങ്ങൾ ഓരോരുത്തരുടെയാണ്. ഓരോരുത്തരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ഇപ്പൊ എൻ്റെ ശ്യാമത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എന്നാലും എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ സഹോദരിയും എൻ്റെ അനിയനും, കാര്യം അവർ എൻ്റെ ഒപ്പം കൂടെ ഉണ്ടായിരുന്നു, അവർക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആന്റി ഉണ്ട്, സുധ ആന്റി എന്ന് പറയും. ആന്റിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി എനിക്ക് ഇത് കിട്ടിയത്, അത് എഡിറ്റ് ചെയ്ത് തന്നതും അതിന്റെ ശബ്ദം കൊടുത്തതും എൻ്റെ സുഹൃത്തുക്കളാണ്, രാജേഷ്, വിനോദ്. ഇതൊന്നും ആരും 5 പൈസ വാങ്ങിച്ചോണ്ടല്ല, എല്ലാവരും സൗജന്യമായിട്ട് ചെയ്തതാണ്. അവർക്ക് ഈ അവസരത്തെ ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ആങ്കർ ചെയ്യുന്ന അനുവിനോട് നന്ദി പറയുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഭാരത് ഭവനിലെ ഓരോ സ്റ്റാഫുകൾക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നന്ദി സർ. നമ്മുടെ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട ഔപചാരികമായ ചടങ്ങുകൾ ഇവിടെ പൂർത്തിയാവുകയാണ്. എഴുതിയ ആൾ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിട്ട് 30 വർഷങ്ങൾ പിന്നിട്ടിട്ടും അദ്ദേഹം സൃഷ്ടിച്ച ആ സുലഭ മുഹൂർത്തത്തിന്റെ സാക്ഷിയായ ഈ പുസ്തകം ശ്രീകൃഷ്ണപർവം ഭക്തികാവ്യം 40 വർഷങ്ങളുടെ ദീർഘ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടു. നശ്വരമായത് അക്ഷരങ്ങൾ മാത്രമാണ്. ഈ പുസ്തകം നിങ്ങൾക്കും വരും തലമുറയ്ക്കും എന്നും ഒരു മുതൽക്കൂട്ടായിരിക്കുമെന്നുള്ളത് കൊണ്ട് തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഈ പുസ്തകം വാങ്ങണം എന്നത് താഴ്മയായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.